ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. കേരള സ്റ്റോറി എന്നുള്ള സിനിമ വരച്ചു വെച്ച യാഥാർത്ഥ്യം, അത് വടക്കൻ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ചിത്രം തന്നെയാണ്. അവിടെ പൊയ്നാച്ചി എന്ന് പറയുന്ന സ്ഥലത്തെ കാസർഗോഡ്, നേരത്തെ ജാമിനി ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി, തൃക്കരിപ്പൂരിലെയും ഇളമ്പച്ചിയിലെയും പടന്നയിലെയുമുള്ള ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് ആ സിനിമ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പോലും കണ്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ പലരും അറിയുന്നില്ല. കേവലം ഒരു വാർത്തയായി അത് മാറുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പോഴേക്കും ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും രാഷ്ട്രീയ നേതാക്കളായി കഴിഞ്ഞാലും പോലീസ് സംവിധാനങ്ങളായി കഴിഞ്ഞാലും അതെല്ലാം ഇന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ സംവിധായകന് ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള പ്രതികരണം പോലും അങ്ങനെ ഇതൊക്കെയും കണ്ടില്ലെന്ന് നടിക്കേണ്ട യാഥാർത്ഥ്യമാണ് ഇന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. ബോധപൂർവമല്ലേ? ഞാൻ ഈ സിനിമയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ, അല്ലെങ്കിൽ അതിനേക്കാൾ എനിക്ക് താല്പര്യം ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തട്ടിപ്പ് ശ്രമം കൂടി നമ്മളിവിടെ കണ്ടു. തൊട്ടു മുന്നേ സംസാരിച്ച ജലീൽ എന്താ അദ്ദേഹം പറഞ്ഞത്, ഇത് കുറെ പുതു മുസ്ലിങ്ങൾ മറ്റു മതത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഇത് സത്യ മുസ്ലിങ്ങൾ ആരും ഇതൊന്നും ചെയ്യാറില്ല. ഒരു ഫാത്തിമയോ ഖദീജ ഇതൊക്കെ ചെയ്തതിന്റെ തെളിവുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന് ഫാത്തിമയും ഖദീജ തൽക്കാലം എടുക്കണം, നമുക്ക് നല്ല അസൽ കാക്കാമാരുടെ പേര് തന്നെ ഞാൻ പറഞ്ഞുതരാം. അബ്ദുൾ റാഷിദ് അബ്ദുള്ള, ഈ പറയുന്ന ഐസിസിൽ റിക്രൂട്ട്മെന്റ് നടത്തിയതിന്റെ കിങ് പിൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ഐസിസിലേക്ക് നടത്തിയ ആളാണ് അബ്ദുൾ റാഷിദ് അബ്ദുള്ള. നല്ല ജന്മന നല്ല അസൽ മുസ്ലിമായിട്ട് ജനിച്ചു വീണ ആളാണ് അബ്ദുൾ റാഷിദ് അബ്ദുള്ള. പേര് കേട്ടില്ലെങ്കിൽ ഒന്ന് പഠിച്ചു, നിങ്ങളെ കൊച്ചു മക്കൾക്ക് കിട്ടുകൊടുക്കുക, നല്ല അസൽ പേരാണ്. ഇനി അടുത്തത് വേറെയുണ്ട്, ഇജാസ് കല്ല് കെട്ടിയ പുരയിൽ. ഒന്ന്, രണ്ട്, ഷാജിൽ. ഈ ഷാജിൽ എന്നാണ് എൻ്റെ ഓർമ്മ, ഷജീൽ. ഞാൻ പഠിച്ച സ്കൂളിനെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ NIT അല്ലെങ്കിൽ REC, അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങാതിയാണ്. എനിക്കൊക്കെ നേരിട്ട് അറിയുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഇതിലേക്ക് പോയത്, അവിടെ പോയി പൊട്ടിത്തെറിച്ച് ചത്തത്. അത് വേറെ, ഇപ്പൊ പേര് വേണമെന്നാണല്ലോ പറഞ്ഞത്. ഇനി അബ്ദുൽ ഖയ്യൂം, മിഥിലാജ്, അബ്ദുൾ റസാഖ്, റാഷിദ്, ഇതൊക്കെ കണ്ണൂരിന്ന്, ഷാജഹാൻ, വള്ളുവകണ്ടി, ആഷിഫ്, ഇങ്ങനെ നിങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര ആളുകളുടെ പേര് നിങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് ഇടാൻ പറ്റിയ നല്ല അസൽ അറബി പേര് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. അപ്പൊ ഈ തരം ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു പോകാൻ നിങ്ങൾ തന്നെയാണ് വഴി ബാക്കിയുള്ള ആൾക്ക് വിട്ടുകൊടുക്കുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ സിനിമയിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ, ഇതിൽ ഒരു മതം മാറ്റുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനകത്തൊരു കോമൺ എലമെന്റ്. അതിപ്പോൾ സംഭവിച്ച വിഷയത്തിലായാലും ശരി, ഈ സിനിമയിലായാലും ശരി, ഈ പറയുന്ന സിറിയയിലേക്കും യമനിലേക്കും അഫ്ഗാനിലേക്കും പോയിട്ടുള്ള ആളുകളിലൊക്കെ ആയാലും ശരി, അതിലൊക്കെ സംഭവിച്ചുള്ള ഒരു കോമൺ എലമെന്റ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ അഖില ആ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രണയമില്ല. അവിടെ എന്താണ്, മതം മാറ്റമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അവിടെ പ്രണയം, ആ മതമാറ്റത്തിലൂടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ അത് അവരുദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു നാടകത്തിന്റെ ഭാഗം മാത്രമാണ് ഈ പറയുന്ന പ്രണയമായിട്ട് അവിടെ നമുക്ക് കാണുക. അവിടെ പ്രണയം ഇല്ല, ലവ് ഇല്ല, അവിടെ വെറും ജിഹാദ് മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ ഓരോ കേസ് നിങ്ങൾ എടുക്കുക, ഈ പറയുന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ള ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ഉള്ളിൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വന്നിരിക്കുന്ന എന്താണ്, മതമാറ്റമാണ്. ആ മതമാറ്റത്തിനൊടുവിൽ ആളുകൾ ഈ പറയുന്ന ജിഹാദി മേഖലയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കാര്യം നടക്കണമെങ്കിൽ അവിടെ ഒരു കല്യാണം അനിവാര്യമായിട്ട് വരണം. കാരണം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, അവിടെ ഒരു മഹറം വേണം എന്നൊരു നിയമം അവിടെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കോമൺ ഫാക്ടർ മതമാറ്റമാണ് എന്നതുകൊണ്ട് അതിലൊരു കല്യാണം നടക്കുന്നു എന്നതിന്റെ പേരിൽ ഇതെല്ലാം ലവ് ജിഹാദാണ് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലും കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് ലവ് ജിഹാദ് എന്ന് പറയുന്നതിനേക്കാൾ ഇത് കൺവേർഷൻ ജിഹാദ് എന്ന് പറയണം. അതിന് കാരണം എന്താണ്, ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇസ്ലാമിൽ ഇല്ല, ഹറാമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നു, ഈ പ്രണയം തന്നെ ഇസ്ലാമിൽ ഹറാമാണ്, പിന്നെയല്ല ഈ ലവ് ജിഹാദ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ മതം മാറ്റമാണ്. അപ്പോൾ ഈ മതമാറ്റത്തിന് വേണ്ടിയിട്ട് പല പല ഘട്ടങ്ങളിൽ നടക്കുന്നു. ഈ റമീസ് ഇവിടെ ചെയ്തത് പോലും എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ്, ഒരു ജിഹാദി മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധം എന്നുള്ള രീതിയിലേക്ക് പോകാനൊന്നും ഇവിടെ ഒരു തെളിവും വരാത്ത സ്ഥിതിക്ക് ഇതിലതുണ്ട് എന്ന് പറയാൻ എന്നെ കിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനമുണ്ട്, അതെന്താണ്, കൺവേർഷനാണ്. കൺവേർഷൻ ജിഹാദാണ് ഇവിടെ നടക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും ചെയ്യാം, ഒരു സംഘടന പോലും പിന്നിലില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പുരുഷനാണ് എന്നെ വിളിച്ചത്. ആ പുരുഷൻ എന്നോട് പറയുന്നത് എന്താണ്, അവരുടെ ഇതേപോലെ പ്രണയത്തിലായി ആ പെൺകുട്ടി മുസ്ലിമാണ്. ആ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഇതേ പ്രശ്നം. പക്ഷെ ഭാഗ്യവശാൽ ഈ പറയുന്ന ഒരു ആത്മഹത്യയിലേക്ക് ഈ പറയുന്ന വിഷയമൊന്നും പോയിട്ടില്ല. അവര് പിരിഞ്ഞു, അവർ രണ്ട് വഴിക്ക് പോയി അവർ ജീവിക്കുന്നു. പക്ഷെ ആ വിഷമം ഉൾക്കൊണ്ട് നമ്മളടുത്ത് കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം ഞാൻ അവസാനമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത്
ഇപ്പോൾ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ ആ പെൺകുട്ടിയെ നമ്മളെല്ലാവരും കൂടിയാണ് കൊന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളാണ് കൊന്നത്, ഇവിടുത്തെ സിസ്റ്റമാണ് കൊന്നത്. കാരണം എന്താണ്, കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട്, ഈ മതമാറ്റം ഇവിടെ ഉണ്ട്, ഇതിന്റെ പേരിലുള്ള നിർബന്ധിക്കലുകൾ ഇവിടെ ഉണ്ട്, അതിന്റെ പേരിലുള്ള മർദ്ദനം കൊടുക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മുഴുവൻ സംഘികളുടെ വാദമാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഏതെങ്കിലും പള്ളിയിലച്ചൻ പറഞ്ഞാൽ പള്ളിയിലച്ചന്റെ മണ്ടയ്ക്കോട്ട് കയറിക്കൊണ്ട് ഈ വിഷയം ഒരിക്കൽ പോലും ചർച്ച ചെയ്യാൻ നിൽക്കാതെ, ഇതിപ്പോ ഈ പെൺകുട്ടി മരിച്ചതുകൊണ്ടല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മരിക്കാതെ ഇതൊരു വിഷയമായിട്ട് ഒരു കത്തെഴുതി വെച്ചു, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു എന്നൊന്ന് വിചാരിച്ചു നോക്കൂ. ഇത് എവിടെയെങ്കിലും ചർച്ചയോ, ഇത് എവിടെയെങ്കിലും ആളുകൾ എടുക്കുമോ? ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് ഇതിനെ നമ്മൾ നള്ളിഫൈ ചെയ്യലേ ചെയ്യുള്ളൂ. ഇത് ഒരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പോലും, അക്നോളജ് ചെയ്യാൻ വേണ്ടി പോലും അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ദുരവസ്ഥ നിങ്ങൾ ആലോചിക്കും. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത്. ഒരു വിഷയം ഉണ്ടായാൽ അതിന്റെ ആ മെറിറ്റിൽ നിന്ന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ, ആ വിഷയത്തെ സംസാരിക്കാൻ ഇത് നമ്മൾ ഇനി തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ആളുകൾ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ മതത്തിന്റെ കൃത്യമായ കാരണം പറയുന്നു. ഇതിലേക്ക് ഇതുപോലെ കൺസിഡർഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം നമ്മൾ പറയുന്നു. ഇതൊന്നും പ്രണയമോ അല്ലെങ്കിൽ മറ്റൊരു സംഗതിയും ഇല്ലാതെ തന്നെ ജിഹാദി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന വേളയിൽ അവിടെ ഒരു വിവാഹം ആവശ്യമായിട്ട് വരുമ്പോൾ അത് ചെയ്യുന്ന അഖിലയ്ക്കൊക്കെ സംഭവിച്ച പോലെ, അല്ലെങ്കിൽ മറ്റു മെറിൻ, സെബാസ്റ്റ്യൻ അവർക്കൊക്കെ സംഭവിച്ച പോലുള്ള വിഷയങ്ങൾ അത് വേറെയും പറയേണ്ടി വരും. ഇതെല്ലാം 3-4 വിഭാഗങ്ങളിലായിട്ട് പറയേണ്ട വിഷയമാണ്. ഇതിനെല്ലാം കൂടി ചുരുട്ടിക്കെട്ടി ഒരൊറ്റ വാക്കിലേക്ക് ഒതുക്കുമ്പോൾ ഇതിന്റെ കോംപ്ലക്സിറ്റി നമുക്ക് മിസ്സാവുന്നു എന്നുള്ളതാണ് എന്റെ പരാതി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും ചർച്ച ചെയ്യും, ഇനി ഒരാൾ മരിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. സർദിനിയാണ്. ഇനി ഇതിന്റെ പേരിൽ ഒരു ജീവൻ പോലും പൊലിയാതിരിക്കട്ടെ എന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥന.